എക്സ്പ്ലോസീവ് നിയമത്തിലെ ചട്ടഭേദഗതി പൂരം വെടിക്കെട്ടുകളെ ബാധിക്കില്ലെന്ന BJP നേതാക്കളുടെ വാദം പൊളിയുന്നു. ഉത്സവങ്ങളുടെ വെടിക്കെട്ടുകളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയ ഉത്തരവിൽ ദേവസ്വങ്ങൾക്ക് ആശങ്ക. തിരുവമ്പാടി പാറമേക്കാവ് വേലകൾക്കുള്ള വെടിക്കെട്ടിന് അനുമതിയിലും അനിശ്ചിതത്വം തുടരുന്നതാണ് ആശങ്കയ്ക്ക് കാരണം. ഒക്ടോബർ 11 വന്ന ഉത്തരവിൽ മാറ്റം വരുത്താത്തതാണ് വെടിക്കെട്ട് മുടങ്ങുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ജനുവരി 3 നടക്കുന്ന പാറമേക്കാവ് വേലയുടെ ഭാഗമായും ജനുവരി 5 നടക്കുന്ന തിരുവമ്പാടി വേലയുടെ വെടിക്കെട്ടിനും അനുമതി നൽകിയിട്ടില്ല. കേന്ദ്ര ഉത്തരവ് നിലനിൽക്കുന്നതിനാലാണ് അപേക്ഷ നൽകി 1 മാസമായിട്ടും ജില്ലാ കളക്ടർ അനുമതി നൽകാത്തതെന്നാണ് ലഭിക്കുന്ന വിവരം. 1 മാസം മുന്നെയാണ് കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഫയർഫോഴ്സിനും അതേപോലെ ദേവസ്വത്തിനും പോലീസിനും നമ്മൾ കൊച്ചിൻ ദേവസ്വം ബോർഡിനുമെല്ലാം നമ്മൾ കത്ത് കൊടുത്തത്. ആ കത്ത് ഇതുവരെ ഒരു തീരുമാനമെടുത്തിട്ടില്ല. ഇന്നലെ ADMൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും ഇതിനെക്കുറിച്ചുള്ള ഒരു രേഖകളും അവിടെ എത്തിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിലൊരു തീരുമാനമെടുക്കാൻ പറ്റില്ല. അത് എത്തിയതിന് ശേഷം ഞങ്ങൾ അതിൻ്റെ തീരുമാനം പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേന്ദ്ര ഉത്തരവിനെ അടിസ്ഥാനപ്പെടുത്തി പല വെടിക്കെട്ടുകൾക്കും അനുമതി നിഷേധിച്ചതായാണ് പൂരപ്രേമികളുടെ ആരോപണം. പാലക്കാട് കൊന്നഞ്ചേരി പള്ളിയറക്കാവിൽ ഡിസംബർ 25 നടക്കേണ്ട വെടിക്കെട്ടിനുള്ള അനുമതി ജില്ലാ ഭരണകൂടം നിഷേധിച്ചു. 26 വന്യപ്രാ ക്ഷേത്രത്തിലെ ആറാട്ടിന്റെ ഭാഗമായി നടക്കേണ്ട വെടിക്കെട്ടിനും അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. തുടർന്ന് കോടതിയെ സമീപിച്ചെങ്കിലും തീരുമാനമായിട്ടില്ല. ജനുവരി 4 മുതൽ 7 വരെ നടക്കുന്ന ചിറ്റാറ്റുകര തിരുനാളിന്റെ ഭാഗമായ വെടിക്കെട്ടിന് വേണ്ടിയും സംഘാടകർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ജില്ലാ ഭരണകൂടം അപേക്ഷ തള്ളിയതിനെ തുടർന്നാണിത്. പലരും നേരത്തെ അപേക്ഷ നൽകിയെങ്കിലും മറുപടി ലഭിച്ചിട്ടില്ല. 24 തൃശൂർ.